ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 ശ്ലോകം 21. വേദാവിനാശിനം നിത്യം യേനമജമവ്യയം കഥം സ പുരുഷ പാർത്ഥ കം ഖാദയതി ഹന്തികം. ശ്രീഹരേ നമഃ. വേദ അറിയുന്നുവോ? അവിനാശിനം ഒരു കേടുപാടും സംഭവിക്കാത്തവനും നിത്യം നാശമില്ലാത്തവനും യഹ ഏതൊരാൾ ഏനം ഈ ആത്മാവിനെ അജം ജനിക്കാത്തവനും അവ്യയം ഒരിക്കലും കുറവ് വരാത്തവനുമായ സ പുരുഷ ആ പുരുഷൻ പാർത്ഥ അല്ലയോ പാർത്ഥ കം ആരെ കഥം എങ്ങനെ ഖാദേതി കൊല്ലിക്കുന്നു ഹന്തി കൊല്ലുന്നു. ലളിതാർത്ഥം അല്ലയോ പാർത്ഥ, ആത്മാവ് നാശമില്ലാത്തവനും അജനും പരിണാമങ്ങളില്ലാത്തവനുമാണെന്നറിയുന്ന ഒരാൾക്ക് ആരെയെങ്കിലും കൊല്ലാൻ പ്രേരിപ്പിക്കാനോ എങ്ങനെയാണ് സാധിക്കുക? ശ്ലോകം 22. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോ പരാണി യത്തഥാ ശരീരാണി വിഹായ ജീർണാനി സംയാതി നവാനി ദേഹി. ശ്രീഹരേ നമഃ. വാസാംസി വസ്ത്രങ്ങളെ, ജീർണാനി ജീർണങ്ങളായ, യഥാ യാതൊരു പ്രകാരം, വിഹായ ഉപേക്ഷിച്ചിട്ട്, നവാനി പുതിയ, ഗ്രഹ്ണാതി ഗ്രഹിക്കുന്നുവോ, നരഹ മനുഷ്യൻ, അപരാണി അന്യവസ്ത്രങ്ങളെ, തഥാ അപ്രകാരം, ശരീരാണി ശരീരങ്ങളെ, വിഹായ ഉപേക്ഷിച്ചിട്ട്, ജീർണ ജീർണിച്ച, അന്യാനി അന്യശരീരങ്ങളെ, സംയാതി പ്രാപിക്കുന്നു, നവാനി പുതിയ, ദേഹി ആത്മാവ്. ലളിതാർത്ഥം പഴകി ജീർണിച്ച വസ്ത്രങ്ങൾ മാറ്റി പുതിയവ എടുത്തണിയുന്നത് പോലെ ജീർണിച്ച് ഉപയോഗിക്കാൻ കൊള്ളരുതാത്ത ദുരിത ശരീരങ്ങൾ ഉപേക്ഷിച്ച ആത്മാവ് പുതിയ ദേഹത്തെ സ്വീകരിക്കുന്നു. ശ്ലോകം 23. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുത. ശ്രീഹരേ നമഃ. ഏനം ഇവനെ, ശസ്ത്രാണി ആയുധങ്ങൾ, ഏനം ആത്മാവിനെ, ദഹതി ദഹിപ്പിക്കുന്നില്ല, പാവക അഗ്നി, ഏനം ന ക്ലേദയന്തി ഈ ആത്മാവിനെ നനച്ച് കളയുന്നില്ല, അപ വെള്ളം, ന ശോഷയതി ഉണക്കിക്കളയുന്നുമില്ല, മാർഗ കാറ്റ്. ലളിതാർത്ഥം ആയുധങ്ങളാൽ ഈ ആത്മാവ് മുറിക്കപ്പെടുന്നില്ല, അഗ്നിയും ഈ ആത്മാവിനെ ദഹിപ്പിച്ച് കളയുന്നില്ല, വെള്ളം ഈ ആത്മാവിനെ നനച്ചു കളയുന്നുമില്ല, കാറ്റുകൊണ്ട് ഉണക്കിക്കളയുന്നുമില്ല. ലളിതാർത്ഥം പാർത്ഥന്റെ ഗുരുക്കന്മാരിലും ഭീഷ്മാദികളിലും വിളങ്ങുന്ന ആത്മാവിനെ തൻ്റെ ആയുധങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നു മാത്രമല്ല, ഈ ലോകത്തിൽ നാശം വർത്തിക്കുന്ന യാതൊന്നിനും ആത്മാവിൽ നാശം വിതയ്ക്കാൻ കഴിയുന്നില്ല. നാശഹേതു പദാർത്ഥങ്ങളെല്ലാം കേവലം ജഡത്തിൽ നാശമുണ്ടാക്കുന്നു. ജഡത്തിന് ചേതനെ എന്താണ് ചെയ്യാൻ കഴിയുക? ആശ്രയത്തെ ആവർത്തിച്ചുകൊണ്ടല്ലാതെ ആത്മതത്വം ബുദ്ധിക്ക് മനസ്സിലാവുകയില്ല. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ഹരി ഓം.